സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പീനട്ട് ചട്നിയാണ്. അതിനുവേണ്ടി 1/4 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്, ഒരു 6 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള. ഇനി നമുക്ക് ഈ കടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായി റോസ്റ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അരിഞ്ഞു വെച്ച സവാള ഇവയൊക്കെ ഒന്ന് ചേർത്ത് ഒരു സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പുളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നമുക്ക്. ഇനി ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇത് ദോശയുടെയും ഇഡ്ഡലീൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂടൊന്ന് തണിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നമുക്ക് ഒരു മിക്സിയിൽ ജാറിലൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കടല തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കടല ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സവാളയും തക്കാളിയും വഴറ്റിയതും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇപ്പം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 വറ്റൽമുളക് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി എടുക്കാം നമുക്ക്. ഇനി ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരച്ച് വെച്ചിട്ടുള്ള ചട്നിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.